أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തെ സംബന്ധിച്ച് 2 വെള്ളിയാഴ്ചകൾക്ക് മുമ്പ് ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിലെ തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചുള്ള വശത്തെയും അതിനായുള്ള ഉത്കടമായ ആഗ്രഹത്തെയും കുറിച്ച് പരാമർശിച്ചിരുന്നു. ഈ ലക്ഷ്യം സ്ഥാപിക്കുന്നതിനായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതനായത്. ഇതിനായി തിരുനബിയുടെ വാക്കിനാലും പ്രവൃത്തിയാലും തൗഹീദിനോടുള്ള അതിയായ ആഗ്രഹം പ്രകടമാകുന്നു എന്ന് മാത്രമല്ല, തൻ്റെ അനുയായികളായ സ്വഹാബികളിലും തൗഹീദിനു വേണ്ടിയുള്ള ത്യാഗസന്നദ്ധയുടെ ആത്മാവ് തിരുമേനി സംജാതമാക്കി. അത് അനുപമമായിരുന്നു. ഏതായാലും ഇന്ന് ഞാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിലെ പ്രസ്തുത വശത്തെക്കുറിച്ച് തന്നെ പരാമർശിക്കുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ചില സ്വഹാബികളുടെ ത്യാഗങ്ങളെക്കുറിച്ചുള്ള പരാമർശവും ഉണ്ടാകും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായോഗിക മാതൃകയുടെയും ആഗ്രഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായിരുന്നു ത്യാഗസന്നദ്ധതയുടെ ഈ നിലവാരം സ്വഹാബികൾക്ക് കൈവന്നത്. തൗഹീദ് സ്ഥാപിക്കുന്നതിനായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ച യാതനകളെക്കുറിച്ച് ഒരു നിവേദനത്തിൽ ഇപ്രകാരം പരാമർശമുണ്ട്. ഒരിക്കൽ ബഹുദേവാരാധകർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, താങ്കൾ ഞങ്ങളുടെ ദൈവങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നില്ലേ? തിരുമേനി അതേ എന്ന് മറുപടി നൽകി. ഇതിനെ തുടർന്ന് അവർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും തടിച്ചുകൂടി. ആ സമയത്ത് ആരോ ഹസ്രത്ത് അബൂബക്കറിനോട് പറഞ്ഞു, താങ്കളുടെ സുഹൃത്തിനെക്കുറിച്ച് അന്വേഷിക്കൂ. ഹസ്രത്ത് അബൂബക്കർ പുറപ്പെടുകയും മസ്ജിദുൽ ഹറാമിലെത്തുകയും ചെയ്തു. അവിടെ ആളുകൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും കൂടി നിൽക്കുന്നതായി കണ്ടെത്തി. ഹസ്രത്ത് അബൂബക്കർ പറഞ്ഞു, നിങ്ങൾക്ക് നാശം. പിന്നീട് വിശുദ്ധ ഖുർആനിൽ വന്ന പ്രകാരം അദ്ദേഹം പറഞ്ഞു, അത്തഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ് വഖദ് ജാഅകും ബിൽ ബയ്യിനാതി മിൻ റബ്ബിക്കും. എൻ്റെ നാഥൻ അല്ലാഹു ആണെന്ന് പറയുന്നു എന്ന കാരണത്താൽ മാത്രം നിങ്ങൾ ഒരാളെ വധിക്കുമോ? അദ്ദേഹം നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള വ്യക്തമായ അടയാളങ്ങളുമായി നിങ്ങളുടെ അടുത്ത് വന്നിരിക്കെ. ഇതിനെ തുടർന്ന് അവർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിടുകയും ഹസ്രത്ത് അബൂബക്കറിൻ്റെ നേർക്ക് തിരിയുകയും അദ്ദേഹത്തെ മർദ്ദിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഹസ്രത്ത് അബൂബക്കറിൻ്റെ മകൾ ഹസ്രത്ത് അസ്മ പറയുന്നു, അദ്ദേഹം ഞങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ അവസ്ഥ ഇതായിരുന്നു. അദ്ദേഹം തൻ്റെ തലമുടിയിൽ തൊടുമ്പോഴേക്കും അത് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് അടർന്നു പോരുമായിരുന്നു. അത്രയും ശക്തിയായി അവർ തലമുടി വലിച്ച് പറിച്ചിരുന്നു. ഹസ്രത്ത് അബൂബക്കർ ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരുന്നു, തബാറക്ത യാസുൽ ജലാലി വൽ ഇക്റാം, ഹേ മഹത്വവും പ്രതാപവും ഉള്ളവനെ, നീ അനുഗ്രഹീതനാകുന്നു. ഒരു നിവേദനത്തിൽ ഇപ്രകാരം വരുന്നു, ആ ആളുകൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസിലും പവിത്രമായ താടിയിലും അത്രത്തോളം ശക്തിയായി പിടിച്ചു വലിച്ചു. അതിനാൽ തിരുമേനിയുടെ മിക്കവാറും മുടികൾ കൊഴിഞ്ഞുപോയി. ഈ സമയത്ത് ഹസ്രത്ത് അബൂബക്കർ
തിരുമേനിയെ രക്ഷിക്കാനായി മുന്നോട്ട് വരികയും ഇപ്രകാരം പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു: അക്തക്തുലൂന റജുലൻ അയ്യക്കൂല റബ്ബി അല്ലാ. എൻ്റെ നാഥൻ അള്ളാഹു ആണെന്ന് പറയുന്ന കാരണത്താൽ നിങ്ങൾ ഒരാളെ കൊല്ലുകയോ? ഹസ്രത്ത് അബൂബക്കർ കരയുന്നുമുണ്ടായിരുന്നു. അതു കണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഹേ അബൂബക്കർ, അവരെ വിട്ടേക്കൂ. എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. ഞാൻ ബലിയർപ്പിക്കപ്പെടാൻ വേണ്ടിയാണ് ഇവരിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനെ തുടർന്ന് അവർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടു. അതായത് അവർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുകയും മർദ്ദിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്താണ് ഹസ്രത്ത് അബൂബക്കർ ഇടയിൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞത്: നിങ്ങൾ അവരെ വിട്ടേക്കൂ. അതുപോലെ തന്നെ ഒരു നിവേദകൻ ഹാരിസ് ബിൻ ഹാരിസ് ഗാമിദി ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ ഇവർ ഏത് ആളുകളാണ് എന്ന് തൻ്റെ പിതാവിനോട് ചോദിച്ചു. ഇതൊരു സംഭവം മാത്രമല്ല, ഇത്തരത്തിലുള്ള എണ്ണമറ്റ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കാറുണ്ടായിരുന്നു. ഇവ സമാനമായ സംഭവങ്ങളാണ്. എന്നാൽ പല ആളുകൾ ഇത് കാണുകയും പലരും ഇത് വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധ നിവേദകരുണ്ട്. ചിലരുടെ വിവരണങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങളുണ്ട്, ചിലരുടേതിൽ കുറവാണ്. ഏതായാലും അദ്ദേഹം അത് കണ്ടപ്പോൾ ഈ ഉപദ്രവിക്കുന്ന ആളുകൾ ആരാണെന്ന് തൻ്റെ പിതാവിനോട് ചോദിച്ചു. ഇവർ തങ്ങളുടെ സാബിയുടെ ചുറ്റും കൂടിയിരിക്കുകയാണെന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞു. മക്കയിലുള്ളവർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിങ്ങളെയും പരിഹാസരൂപേണ സാബി എന്ന് വിളിക്കുമായിരുന്നു. നിവേദകൻ പറയുന്നു: ഞങ്ങളും വാഹനത്തിൽ നിന്നും ഇറങ്ങിയപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ അള്ളാഹുവിൻ്റെ തൗഹീദിലേക്കും അവനിൽ വിശ്വസിക്കുന്നതിലേക്കും ക്ഷണിക്കുന്നത് കണ്ടു. എന്നാൽ അവർ തിരുമേനിയെ നിഷേധിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചസമയമായപ്പോഴേക്കും ആളുകൾ തിരുമേനിയുടെ അടുത്തു നിന്നും പിരിഞ്ഞുപോയി. തിരുമേനിയുടെ മേൽ നടന്ന അതിക്രമങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വിവിധ ചരിത്ര പുസ്തകങ്ങളിൽ കാണാം. അവയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിമോദ് തലാൻഹു ദിബാചെ തഫ്സീൽ ഖുർആൻ എന്ന പുസ്തകത്തിൽ ഒരിടത്ത് ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: ഒരിക്കൽ തിരുമേനി അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ മക്കയിലെ ദുഷ്ടന്മാരുടെ ഒരു സംഘം ചുറ്റും കൂടുകയും വഴിനീളെ തിരുമേനിയുടെ പിൻകഴുത്തിൽ മർദ്ദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ജനങ്ങളെ, ഞാനൊരു നബിയാണെന്ന് പറയുന്ന ആൾ ഇയാളാണ് എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. തിരുമേനിയുടെ വീടിന് ചുറ്റുമുള്ള വീടുകളിൽ നിന്ന് നിരന്തരമായി കല്ലുകൾ എറിയപ്പെടുമായിരുന്നു. തിരുമേനിയുടെ വീട്ടിലേക്ക് അഴുക്ക് സാധനങ്ങൾ എറിയപ്പെടുമായിരുന്നു. ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോലും ആടുകളുടെയും ഒട്ടകങ്ങളുടെയും കുടലുകൾ ഉൾപ്പെടെയുള്ള അഴുക്ക് സാധനങ്ങൾ എറിയപ്പെട്ടിരുന്നു. നമസ്കരിക്കുമ്പോൾ തിരുമേനിയുടെ ദേഹത്ത് മണ്ണും പൊടിയും വാരിയിടുമായിരുന്നു. മണ്ണ് എറിയപ്പെടുമായിരുന്നു. എത്രത്തോളമെന്നാൽ ഒടുവിൽ നിർബന്ധിതാവസ്ഥയിൽ ഒരു പാറയിടുക്കിലെ കല്ലിന് താഴെ ഒളിച്ചിരുന്ന് തിരുമേനി നമസ്കരിക്കേണ്ടി വന്നു. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവിത്രമായ വ്യക്തിത്വത്തിന്മേൽ 1000 സ്വലാത്തുകൾ ഉണ്ടാകട്ടെ. തൗഹീദ് സ്ഥാപിക്കുന്നതിനായി തിരുമേനിയുടെ ഹൃദയത്തിൽ അലതല്ലിക്കൊണ്ടിരുന്ന ആ അതിയായ ആഗ്രഹം ഒരിക്കൽ പോലും, ഒരു നിമിഷത്തേക്കു പോലും കുറഞ്ഞിരുന്നില്ല. ഈ സകല കഷ്ടപ്പാടുകളെയും നബിതങ്ങൾ നിറഞ്ഞ പുഞ്ചിരിയോടെയും സന്തോഷത്തോടെയും സ്വീകരിച്ചു. എന്നിട്ട് മനുഷ്യവർഗത്തോടുള്ള കരുണയിലും സ്നേഹത്തിലും തെല്ലും കുറവുണ്ടായതുമില്ല. അത് മുസ്ലിം മോദ് തന്നെ എഴുതിയിട്ടുണ്ട്: നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ സംഭവങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഈ അവകാശവാദം ഒരു യാഥാർത്ഥ്യമായി നമുക്ക് കാണാൻ സാധിക്കും. അവിടത്തേക്ക് മനുഷ്യവർഗത്തോടുള്ള ആ മഹത്തായ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും തെളിവുകളായ സംഭവങ്ങൾ ഓരോ ചുവടിലും നമുക്ക് കാണാം. അക്കാരണത്താൽ ഏകനായ ദൈവത്തിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്നതിനായി വർഷങ്ങളോളം അതിരുകളില്ലാത്ത കഷ്ടപ്പാടുകളിലൂടെ അവിടത്തേക്ക് കടന്നു പോകേണ്ടി വന്നു. ഒരിക്കൽ കാബയിൽ വെച്ച് സത്യനിഷേധികൾ നബിതങ്ങളുടെ കഴുത്തിൽ തുണിയിട്ട് മുറുക്കി. എത്രത്തോളമെന്നാൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ചുവന്ന് പുറത്തേക്ക് തള്ളി വന്നു. ഹസ്രത്ത് അബൂബക്കർ ഇത് കേട്ടപ്പോൾ ഓടി വന്ന അദ്ദേഹം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ പ്രയാസകരമായ അവസ്ഥയിൽ കണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു.
അദ്ദേഹം ആ സത്യനിഷേധികളെ മാറ്റിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹുവിനെ ഭയപ്പെടുക. അള്ളാഹു എൻ്റെ റബ്ബാണെന്ന് പറയുന്ന കാരണത്താൽ നിങ്ങൾ ഒരാളെ ആക്രമിക്കുകയാണോ? ഒരിക്കൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറാമിൽ നിൽക്കുകയും മക്കയിലെ ബഹുദേവാരാധകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം പറയുകയും ചെയ്തു: ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നിങ്ങൾ പറയുക. അതായത് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവവുമില്ല. നിങ്ങളിത് പറയുകയാണെങ്കിൽ വിജയികളാകും. ഈ വാക്കിൻ്റെ പേരിൽ ഖുറൈശികൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ചാടി വീണു. ഒരാൾ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കാനായി വന്നു. അപ്പോൾ ഹാരിസ് ബിൻ അബീ ഹാല എല്ലാവർക്കും മുമ്പേ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി. അദ്ദേഹം ആളുകളോട് പോരാടാൻ തുടങ്ങുകയും അവരെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അകറ്റുകയും ചെയ്തു. പിന്നീട് അവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ മേൽ ചാടി വീഴുകയും അങ്ങനെ ഹാരിസിനെ ഷഹീദാക്കുകയും ചെയ്തു. തൗഹീദ് പ്രചരിപ്പിച്ചു എന്ന കുറ്റത്തിന് ശിക്ഷയായി മക്കയിലെ കുഫാറുകൾ 3 വർഷത്തോളം തിരുനബിയെയും കുടുംബാംഗങ്ങളെയും ശഅബ് ബിൻ അബി താലിബിൽ ഇപ്രകാരം തടവിലാക്കി. എല്ലാവിധ സാമൂഹിക ബഹിഷ്കരണവും ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ തടവിലാക്കിയത്. ഈ ബഹിഷ്കരണം അവസാനിച്ചപ്പോൾ ഒരു വശത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിൻ്റെ സന്ദേശം മക്കയിലുടനീളം മുമ്പത്തേക്കാൾ ഉപരി ദൃഢനിശ്ചയത്തോടും ധീരതയോടും കൂടി വീണ്ടും പ്രചരിപ്പിച്ചു. തൗഹീദിൻ്റെ പ്രചാരണം മുമ്പത്തേക്കാൾ വർദ്ധിപ്പിച്ചു. മറുഭാഗത്ത് ഖുറൈശികൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെയുള്ള അതിക്രമങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്തു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തായിഫ് യാത്രയെക്കുറിച്ചുള്ള പ്രശസ്തമായ സംഭവം മുമ്പും പലതവണ വിവരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അവിടെ നബി തങ്ങളുടെ മേൽ നടന്ന അതിക്രമങ്ങളെക്കുറിച്ചും ചരിത്രത്തിൽ വിവിധ രീതികളിൽ വിവരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബും ഒരിടത്ത് ഈ സംഭവത്തെ ഇപ്രകാരം വിവരിച്ചിരിക്കുന്നു: ശഅബ് അബി താലിബിലെ ഉപരോധം നീങ്ങുകയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തൻ്റെ നീക്കങ്ങളിൽ ഒരളവ് സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തപ്പോൾ ത്വായിഫിൽ പോയി അവിടെയുള്ള ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തിരുമേനി തീരുമാനിച്ചു. ഇത് മുമ്പും വിവരിക്കപ്പെട്ടിട്ടുള്ളതാണ്. എങ്കിലും ഇതിൽ ചില വിശദാംശങ്ങൾ അല്പം വ്യത്യസ്തമായ രീതിയിലുണ്ട്. മക്കയിൽ നിന്നും തെക്ക് കിഴക്ക് ദിശയിൽ 40 മൈൽ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു സ്ഥലമാണ് ത്വായിഫ്. അവിടെ ബനൂ സഖീഫ് ഗോത്രമായിരുന്നു താമസിച്ചിരുന്നത്. കാബയുടെ സവിശേഷത മാറ്റി നിർത്തിയാൽ ത്വായിഫ് ഏകദേശം മക്കയ്ക്ക് തുല്യമായിരുന്നു. വലിയ സമ്പന്നരും സ്വാധീനമുള്ളവരും ധനികരുമായ ആളുകൾ അവിടെ താമസിച്ചിരുന്നു. തായിഫിൻ്റെ ഈ പ്രാധാന്യത്തെ മക്കയിലുള്ളവർ തന്നെ അംഗീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മക്കയിലുള്ളവരുടെ ഈ വാക്ക് ഖുർആനിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്: വഖാലു ലൗലാ നുസ്സില ഹാദിൽ ഖുർആന അലാ റജുലിൻ മിനൽ ഖറിയത്തൈനി അളീം. അതായത് ഈ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണെങ്കിൽ മക്കയിലെയോ തായിഫിലെയോ ഏതെങ്കിലും വലിയ മനുഷ്യൻ്റെ മേൽ എന്തുകൊണ്ട് ഇത് അവതരിക്കപ്പെട്ടില്ല? ചുരുക്കത്തിൽ നുബുവത്തിൻ്റെ 10-ാം വർഷം ഷവ്വാലിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് തനിച്ചുപോയി. അല്ലെങ്കിൽ ചില നിവേദനങ്ങൾ പ്രകാരം സെയ്ദ് ബിൻ ഹാരിസയും കൂടെ ഉണ്ടായിരുന്നു. അവിടെ എത്തിയ ശേഷം തിരുമേനി 10 ദിവസം താമസിക്കുകയും നഗരത്തിലെ പ്രമുഖരായ പലരെയും ഒന്നിനു പിറകെ ഒന്നായി സന്ദർശിക്കുകയും ചെയ്തു. എന്നാൽ മക്കയെപ്പോലെ തന്നെ ഈ നഗരത്തിൻ്റെ വിധിയിലും ആ സമയത്ത് വിശ്വസിക്കുക എന്നത് എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ എല്ലാവരും നിഷേധിക്കുക മാത്രമല്ല പരിഹസിക്കുകയും ചെയ്തു. ഒടുവിൽ അദ്ദേഹം തായിഫിലെ വലിയ നേതാവായ അബ്ദു യാലീലിൻ്റെ അടുത്ത് ചെന്ന് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. എന്നാൽ അയാളും വ്യക്തമായി നിഷേധിച്ചു എന്ന് മാത്രമല്ല, പരിഹാസരൂപേണ പറഞ്ഞു: താങ്കൾ സത്യവാനാണെങ്കിൽ താങ്കളോട് സംസാരിക്കാൻ എനിക്ക് അർഹതയില്ല. ഇനി താങ്കൾ കളവ് പറയുന്നവനാണെങ്കിൽ സംസാരിക്കുന്നത് ഫലശൂന്യവുമാണ്. ഇതാണ് അവൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ മറുപടി. പിന്നീട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ നഗരത്തിലെ യുവാക്കളിൽ സ്വാധീനം ചെലുത്തുമോ എന്ന് ഭയന്നുകൊണ്ട് അവൻ നബിയോട് പറഞ്ഞു: താങ്കൾ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. കാരണം ഇവിടെ ആരും തന്നെ താങ്കളുടെ വാക്ക് കേൾക്കാൻ തയ്യാറല്ല. ഇതിനുശേഷം ആ ദുർഭകൻ നഗരത്തിലെ തെണ്ടികളെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ വിട്ടു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നഗരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഈ ആളുകൾ ബഹളം വെച്ചുകൊണ്ട് പിന്നാലെ കൂടുകയും അദ്ദേഹത്തിനുമേൽ കല്ലുകൾ എറിയാൻ തുടങ്ങുകയും ചെയ്തു.
അപ്രകാരം തിരുമേനിയുടെ ശരീരം മുഴുവൻ രക്തത്തിൽ കുതിർന്നു. തുടർച്ചയായി 3 മൈൽ ദൂരത്തോളം ഈ ആളുകൾ തിരുമേനിയുടെ കൂടെ നടന്ന് ചീത്ത വിളിക്കുകയും കല്ലുകൾ എറിയുകയും ചെയ്തുകൊണ്ടിരുന്നു. തായിഫിൽ നിന്ന് 3 മൈൽ ദൂരത്തിൽ മക്കയിലെ പ്രമുഖനായ ഉത്ബ ബിൻ റബിയയുടെ ഒരു തോട്ടമുണ്ടായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ കയറി അഭയം പ്രാപിച്ചു. ആ ക്രൂരന്മാർ മടുത്ത് തിരിച്ചു പോവുകയും ചെയ്തു. അവിടെ ഒരു തണലിൽ നിന്നുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഇപ്രകാരം പ്രാർത്ഥിച്ചു: അല്ലാഹുമ്മ ഇലൈക അഷ്കൂ ദുഅഫ ഖുവതി വഖില്ലത ഹീലതി വഹവാനി അലന്നാസി അല്ലാഹുമ്മ യാ അർഹമർ റാഹിമീൻ അൻത മുസ്തലാഫീന വ അൻത റബ്ബി. അതായത്, എൻ്റെ റബ്ബേ, എൻ്റെ ശക്തിക്ഷയത്തെക്കുറിച്ചും ചിന്താശേഷിയുടെ കുറവിനെക്കുറിച്ചും ജനങ്ങൾക്കിടയിലെ എൻ്റെ നിസ്സഹായാവസ്ഥയെക്കുറിച്ചും നിന്നോട് മാത്രം ഞാൻ ആവലാതിപ്പെടുന്നു. എൻ്റെ ദൈവമേ, നീ കരുണയുള്ളവരിൽ വെച്ച് ഏറ്റവും വലിയ കരുണാനിധിയാണ്. ദുർബലരുടെയും നിസ്സഹായരുടെയും സംരക്ഷകനും കാവൽക്കാരനും നീ മാത്രമാണ്. നീ തന്നെയാണ് എൻ്റെ പരിപാലകനും. പിന്നീട് ഇതിൽ ഇപ്രകാരം കൂടി തിരുമേനി പറയുകയുണ്ടായി. അതിൻ്റെ തർജ്ജമ ഇപ്രകാരമാണ്: നിന്റെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ ഞാൻ അഭയം തേടുന്നു. കാരണം ഇരുട്ടുകളെ നീക്കം ചെയ്യുന്നവനും മനുഷ്യനെ ഇഹപരങ്ങളിലെ നന്മകളുടെ അവകാശിയാക്കുന്നവനും നീ മാത്രമാണ്. ഉത്ബയും ഷൈബയും ആ സമയത്ത് തങ്ങളുടെ ആ തോട്ടത്തിലുണ്ടായിരുന്നു. അവർ നബിയെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ ദൂരെയോ അടുത്തോ ഉള്ള ബന്ധുത്വം മൂലമോ അല്ലെങ്കിൽ ഗോത്രപരമായ വികാരം മൂലമോ അജ്ഞാതമായ മറ്റേതെങ്കിലും ചിന്തയാലോ അദ്ദാസ് എന്നു പേരുള്ള തങ്ങളുടെ ക്രിസ്ത്യൻ അടിമയുടെ കയ്യിൽ ഒരു പാത്രത്തിൽ കുറച്ച് മുന്തിരികൾ നബി സമക്ഷത്തിലേക്ക് കൊടുത്തുവിട്ടു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വാങ്ങുകയും അദ്ദാസിനോട് ഇപ്രകാരം ചോദിക്കുകയും ചെയ്തു: നീ എവിടുത്തുകാരനാണ്? ഏത് മതമാണ് പിന്തുടരുന്നത്? അവൻ പറഞ്ഞു: ഞാൻ നീനവക്കാരനാണ്, മതപരമായി ക്രിസ്ത്യാനിയുമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു: അള്ളാഹുവിൻ്റെ നല്ലവനായ ദാസൻ യൂനുസ് ബിൻ മത്തായിയുടെ വാസസ്ഥലമായിരുന്ന അതേ നീനവയാണോ? അദ്ദാസ് പറഞ്ഞു: അതെ. പക്ഷെ അങ്ങേക്ക് യൂനുസിനെക്കുറിച്ച് എങ്ങനെ അറിയാം? തിരുമേനി പറഞ്ഞു: അദ്ദേഹം എൻ്റെ സഹോദരനായിരുന്നു. കാരണം അദ്ദേഹവും അള്ളാഹുവിൻ്റെ നബിയായിരുന്നു, ഞാനും അള്ളാഹുവിൻ്റെ നബിയാണ്. പിന്നീട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഇസ്ലാം പ്രബോധനം ചെയ്യുകയും അതിൽ വളരെയധികം സ്വാധീനിക്കപ്പെടുകയും ചെയ്തു. ആത്മാർത്ഥമായ ആവേശത്തോടെ അദ്ദേഹം മുന്നോട്ട് വന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾ ചുംബിച്ചു. ഈ കാഴ്ച ദൂരെ മാറി നിന്ന് ഉത്ബയും ഷൈബയും കാണുന്നുണ്ടായിരുന്നു. അദ്ദാസ് അവരുടെ അടുത്തേക്ക് തിരിച്ചു ചെന്നപ്പോൾ അവർ ചോദിച്ചു: അദ്ദാസ്, നിനക്കെന്തു പറ്റി? നീ എന്തിനാണ് ആ മനുഷ്യൻ്റെ കൈ ചുംബിച്ചത്? ഈ മനുഷ്യൻ നിന്റെ ദീനിനെ നശിപ്പിക്കും. സത്യത്തിൽ നിന്റെ ദീൻ അദ്ദേഹത്തിൻ്റെ ദീനിനേക്കാൾ ഉത്തമമാണ്. അല്പസമയത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തോട്ടത്തിൽ വിശ്രമിക്കുകയും പിന്നീട് അവിടെ നിന്ന് പുറപ്പെട്ട് മക്കയിൽ നിന്ന് ഒരു ദിവസത്തെ യാത്രാ ദൂരത്തിലുള്ള നഖ്ലയിലെത്തുകയും ചെയ്തു. അവിടെ ഏതാനും ദിവസങ്ങൾ താമസിച്ചു. അതിനുശേഷം നഖ്ലയിൽ നിന്ന് പുറപ്പെട്ട് അവിടുന്ന് ഹീരാ പർവ്വതത്തിലെത്തി. തായിഫ് യാത്രയിലുണ്ടായ പ്രകടമായ പരാജയം കാരണം മക്കയിലുള്ളവർ കൂടുതൽ ധിക്കാരികളാകാൻ സാധ്യതയുള്ളതിനാലും അവർ കൂടുതൽ അതിക്രമങ്ങൾ ചെയ്തേക്കുമെന്ന് തോന്നിയതിനാലും നബിതങ്ങൾ അവിടെ നിന്ന് ഒരാൾ വശം മൊത്തീം ബിൻ ആദിയോട് ഇപ്രകാരം ചോദിച്ചയച്ചു: എനിക്ക് മക്കയിൽ പ്രവേശിക്കണമെന്നുണ്ട്. ഈ കാര്യത്തിൽ താങ്കൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? മൊത്തീം ഒരു കടുത്ത സത്യനിഷേധിയായിരുന്നു. എങ്കിലും സ്വഭാവത്തിൽ മാന്യതയുണ്ടായിരുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ വിസമ്മതിക്കുന്നത് അറബികളിലെ മാന്യന്മാരുടെ പ്രകൃതത്തിന് വിരുദ്ധമായിരുന്നു. അതിനാൽ അദ്ദേഹം തൻ്റെ മക്കളെയും ബന്ധുക്കളെയും കൂടെ കൂട്ടുകയും എല്ലാവരും ആയുധധാരികളായി കാബയ്ക്ക് സമീപം നിലയുറപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് നബിയെ വിളിപ്പിക്കാൻ ആളയച്ചു. തിരുമേനി വരികയും കാബ ത്വാഫ് ചെയ്യുകയും ചെയ്തു. അവിടെ നിന്ന് മുത്തമിൻ്റെയും അദ്ദേഹത്തിൻ്റെ മക്കളുടെയും കൂടെ വാളുകളുടെ തണലിൽ തൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു. വഴിമധ്യേ അബൂജഹൽ മുത്തമിനെ ഈ അവസ്ഥയിൽ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു ചോദിച്ചു: അമുജീറുൻ അം താബിയുൻ? അതായത്, താങ്കൾ മുഹമ്മദിന് അഭയം നൽകുക മാത്രമാണോ ചെയ്തത്, അതോ അദ്ദേഹത്തെ പിന്തുടരാൻ തുടങ്ങിയോ? മുത്തയും പറഞ്ഞു: ഞാൻ അഭയം നൽകിയവൻ മാത്രമാണ്, അനുഗാമിയല്ല. അതിന് അബൂജഹൽ പറഞ്ഞു: എങ്കിൽ വിരോധമില്ല. ഏതായാലും മുത്തയും കുഫറിൻ്റെ അവസ്ഥയിൽ തന്നെയാണ് മരണപ്പെട്ടത്. അദ്ദേഹം ചെയ്ത ഒരു നന്മയായിരുന്നു ഇത്. ഹദീസിൽ പ്രകാരം വരുന്നു: ഒരിക്കൽ ഹസ്രത്ത് ആയിഷ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അങ്ങക്ക് എപ്പോഴെങ്കിലും ഉഹദ് യുദ്ധത്തിൻ്റെ ദിവസത്തേക്കാൾ കൂടുതൽ പ്രയാസം അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവദിച്ചു, ആയിഷ, നിന്റെ ജനതയിൽ നിന്ന് എനിക്ക് വളരെ കഠിനമായ നിമിഷങ്ങൾ കാണേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫ് യാത്രയിലെ സംഭവങ്ങൾ വിവരിക്കുകയും ഇപ്രകാരം പറയുകയും ചെയ്തു, ഈ യാത്രയിൽ നിന്ന് മടങ്ങുമ്പോൾ എൻ്റെ അടുക്കൽ പർവ്വതങ്ങളുടെ മലക്ക് വരികയും ഇപ്രകാരം പറയുകയും ചെയ്തു, ദൈവം എന്നെ അങ്ങയുടെ അടുക്കിലേക്ക് അയച്ചതാണ്. അങ്ങ് കൽപ്പിക്കുകയാണെങ്കിൽ ഈ 2 പർവ്വതങ്ങളും, അതായത് പാർശ്വങ്ങളിൽ വലതുവശത്തും ഇടതുവശത്തുമുള്ള പർവ്വതങ്ങൾ കൊണ്ട് ഈ ആളുകളെ ഞെരുക്കാം. അവ അവരുടെ മേൽ വീഴ്ത്തി അവരെ നശിപ്പിച്ചു കളയാം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവചിച്ചു, അരുത്. അള്ളാഹു ഇതേ ആളുകളിൽ നിന്ന് ഏകനായ ദൈവത്തെ ആരാധിക്കുന്നവരെ ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജനങ്ങളോടുള്ള അനുകമ്പയും അതോടൊപ്പം ഒരു ദിവസം ഇവരുടെ തലമുറകൾ ഇസ്ലാം സ്വീകരിക്കുകയും തൗഹീദിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമെന്ന പൂർണ്ണമായ വിശ്വാസവും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രബലമായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിന് വേണ്ടി യാതനകൾ സഹിച്ച സംഭവങ്ങളെക്കുറിച്ച് മുസ്ലിം മൗദൂരിടത്ത് ഇപ്രകാരം വിവരിക്കുന്നു. തൗഹീദിൻ്റെ പ്രചാരണം കാരണമാണ് ശത്രുക്കളിൽ നിന്ന് തിരുമേനിക്ക് എല്ലാ പ്രയാസങ്ങളും നൽകപ്പെട്ടത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മർദ്ദിക്കപ്പെട്ടു. നായ്ക്കളെയും ആൺകുട്ടികളെയും നബിയുടെ പിന്നാലെ വിട്ടു. ഒരിക്കൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ പോയപ്പോൾ അവിടെയുള്ള ആളുകൾ വളരെയധികം മർദ്ദിച്ചു. നബി തങ്ങൾ ആപാത ചൂടും രക്തത്തിൽ കുളിച്ചു. ഈ വിവരണം ഞാൻ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. പ്രയാസം കാരണം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലത്തു വീഴുമായിരുന്നു. എന്നാൽ എഴുന്നേൽക്കുമ്പോൾ ആ ആളുകൾ വീണ്ടും കല്ലെറിയുമായിരുന്നു. അത്തരമൊരു അവസ്ഥയിലും നബിയുടെ നാവിൽ നിന്ന് ഇപ്രകാരമാണ് പുറപ്പെട്ടത്, ദൈവമേ, ഈ ആളുകൾക്ക് പുറത്തു കൊടുക്കുക. ഇവർ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അറിവില്ലാത്തവരാണ്. ഈ സാഹചര്യങ്ങളിലൂടെയെല്ലാം കടന്നു പോകുമ്പോഴും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിൻ്റെ പ്രചാരണം ഉപേക്ഷിച്ചില്ല. ഇവർ എന്ത് ചെയ്താലും ഞാൻ തൗഹീദിൻ്റെ പ്രചാരണം ഉപേക്ഷിക്കില്ല എന്നരുളി. പിന്നീട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ സമയം അടുത്തപ്പോഴും ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ് മരിച്ചത്. അതായത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മുഴുവൻ തൗഹീദിലായിരുന്നു. എനിക്ക് ശേഷം ശിർക്ക് ചെയ്യരുത് എന്ന് തിരുമേനി പറഞ്ഞു. അദ്ദേഹം എഴുതുന്നു, ഞാൻ മനസ്സിലാക്കുന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന സമയത്ത് തന്നെ അള്ളാഹു തൻ്റെ തൗഹീദിൻ്റെ തെളിവ് അങ്ങയുടെ പിതാവിനെ ജനനത്തിനു മുമ്പും മാതാവിനെ ജനനത്തിന് തൊട്ടു പിന്നാലെയും മരിപ്പിച്ചുകൊണ്ട് നൽകിയെന്നാണ്. നബിയുടെ മാതാപിതാക്കളുടെ മരണം യഥാർത്ഥത്തിൽ തൻ്റെ തൗഹീദിന് തെളിവ് നൽകണമെന്ന അള്ളാഹുവിൻ്റെ ഹിതമായിരുന്നു. പിതാവോ മാതാവോ ഇല്ലാത്ത നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നിസ്സഹായമായ തുടക്കവും മഹത്തായ പര്യവസാനവും അള്ളാഹുവിൻ്റെ തൗഹീദിന് മഹത്തായ തെളിവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു അള്ളാഹുവിൻ്റെ തൗഹീദിനെക്കുറിച്ചാണോ പ്രചാരണം നടത്തിയത്, ആ അള്ളാഹു തന്നെയാണ് കുട്ടിക്കാലം മുതൽ അവസാനം വരെ നബിയെ സംരക്ഷിച്ചത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യയിലെ ചന്തകളിൽ പ്രബോധനം നടത്തിയതിനെക്കുറിച്ച് പരാമർശമുണ്ട്. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, തൗഹീദ് സ്ഥാപിക്കുന്നതിനായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വ്യക്തിപരമായോ കൂട്ടായോ പ്രബോധനധർമ്മം നിർവഹിക്കാറുണ്ടായിരുന്നു. അതുകൂടാതെ അറേബ്യയിലെ ചില ചന്തകളിൽ പോവുകയും അവിടെ ഏകനും പങ്കുകാരനില്ലാത്തവനുമായ ദൈവത്തിലേക്ക് മടങ്ങാനുള്ള സന്ദേശം നൽകുകയും ചെയ്യുമായിരുന്നു. മക്കയ്ക്ക് പുറത്ത് വിവിധ സ്ഥലങ്ങളിൽ ആളുകൾ ഒത്തുകൂടാറുണ്ടായിരുന്നു. അവിടെ കച്ചവടവും ജനങ്ങളുടെ ഒത്തുചേരലും നടക്കുമായിരുന്നു. അവയെ അസ്വാഖുൽ അറബ് എന്ന് വിളിച്ചിരുന്നു. അറബികളുടെ ഈ ചന്തകളെ ഇൻഡോ പാക് സംസ്കാരത്തിൽ മേള എന്ന് വിളിക്കുന്നു. അത്തരത്തിൽ മേളകൾ നടക്കുമായിരുന്നു. ഉക്കാദ്, മിജന്ന, ദുന്നൽ മജാസ് എന്നിവ ഖുറൈശികളുടെയും അറബികളുടെയും ചന്തകളായിരുന്നു. ഇവയിൽ ഏറ്റവും വലിയ ചന്ത ഉക്കാദായിരുന്നു. അത് മക്കയിൽ നിന്ന് 3 രാത്രിയുടെ യാത്രാ ദൂരത്തായിരുന്നു. ഉക്കാദ് ചന്തയിൽ അറബികൾ ഷവ്വാൽ മാസം മുഴുവൻ തങ്ങാറുണ്ടായിരുന്നു. പിന്നീട് മക്കയിൽ നിന്ന് ഏതാനും മൈലുകൾ അകലെ മർറുൽ സഹ്റാനിലുള്ള മിജന്ന ചന്തയിലേക്ക് മാറുമായിരുന്നു. അവിടെ ദുൽഖാദ് 20 വരെ താമസിക്കുമായിരുന്നു. അതിനുശേഷം അറഫാത്ത് മൈതാനത്ത് നിന്ന് 3 മൈൽ അകലെയുള്ള ദുൽ മജാസ് ചന്തയിലേക്ക് പോവുകയും ഹജ്ജ് ദിനങ്ങൾ വരെ അവിടെ തങ്ങുകയും ചെയ്യുമായിരുന്നു. ഈ സ്ഥലങ്ങളിലെല്ലാം
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി പ്രബോധനം നടത്തുമായിരുന്നു. ഹസ്രത്ത് ജാബിറിൽ നിന്ന് നിവേദനം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വർഷത്തോളം മക്കയിൽ താമസിച്ചു. ഹജ്ജ് ദിനങ്ങളിൽ അവിടുന്ന് ഉക്കാദ്, മിജന്ന മേളകളിൽ പോവുകയും ആളുകളുടെ വീടുകളിലും താമസ സ്ഥലങ്ങളിലും ചെന്ന് അവരെ ക്ഷണിക്കുകയും ചെയ്യുമായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുമായിരുന്നു: എൻ്റെ രക്ഷിതാവിൻ്റെ സന്ദേശം എത്തിക്കാൻ എനിക്ക് അഭയം നൽകുന്നവനായ ആരുണ്ട്? എന്നെ സഹായിക്കാൻ ആരുണ്ട്? അതിനു പകരമായി അയാൾക്ക് സ്വർഗമുണ്ടാകും. ജാഹിലിയ കാലഘട്ടം കാണുകയും പിന്നീട് മുസ്ലിമാവുകയും ചെയ്ത ഹസ്രത്ത് റബിയ ബിൻ അബ്ബാദ് വിവരിക്കുന്നു: ഞാൻ ദുൽമജാസ് ചന്തയിൽ വെച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം കണ്ണുകളാൽ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആളുകളോട് ഇപ്രകാരം പറയുമായിരുന്നു: ഓ മനുഷ്യരെ, അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവവുമില്ലെന്ന് പറയുക, എങ്കിൽ നിങ്ങൾ വിജയികളാകും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്തയിലെ തെരുവുകളിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ആളുകൾ അങ്ങേക്കെതിരെ ബഹളം വെക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വാക്ക് അനുസരിക്കാമെന്ന് ആരെങ്കിലും പറയുന്നത് ഞാൻ കണ്ടില്ല. എന്നിട്ടും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദനായില്ല. നിരന്തരമായി ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരുന്നു: ഓ മനുഷ്യരെ, അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവവുമില്ലെന്ന് പറയുക, എങ്കിൽ നിങ്ങൾ വിജയം പ്രാപിക്കും. ഈ തൗഹീദിൻ്റെ സന്ദേശം എത്തിക്കുന്നത് കാരണം സ്വന്തക്കാരിൽ നിന്നും അന്യരിൽ നിന്നും ആ പുണ്യാത്മാവിന് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. പരസ്യമായി ആരാധനകൾ നടത്താൻ പോലും അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. എന്നിട്ടും നബി തങ്ങൾ സന്ദേശം എത്തിച്ചുകൊണ്ടിരുന്നു. ആരാധനകളിൽ ഇവർ തടസ്സങ്ങൾ ഉണ്ടാക്കാതിരിക്കാനും അക്രമങ്ങൾ നടത്താതിരിക്കാനും ശ്രദ്ധിച്ചിരുന്നു. മുസ്ലിം ആകുന്നവരുടെ മേലും അക്രമങ്ങൾ നടന്നിരുന്നു. അപ്രകാരം നമസ്കാരങ്ങളെയും ആരാധനാ കർമ്മങ്ങളെയും കുറിച്ച് ഒരു നിവേദനത്തിൽ ഇപ്രകാരം പരാമർശമുണ്ട്: റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹസ്രത്ത് അലിയും മക്കയിലെ മലയിടുക്കുകളിൽ ഏതെങ്കിലും ഒന്നിൽ പോയി ആളുകളിൽ നിന്ന് ഒളിച്ചു നമസ്കരിക്കുകയും ദീർഘകാലം ഇപ്രകാരം തുടരുകയും ചെയ്തു. പിന്നീട് ഹസ്രത്ത് അബൂ താലിബ് ഈ വിവരം അറിയുകയും അവർ രണ്ടുപേരും നമസ്കരിക്കുന്നത് കാണുകയും ചെയ്തു. അദ്ദേഹം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു: എൻ്റെ സഹോദരപുത്ര, നീ സ്വീകരിച്ചിട്ടുള്ള ഈ മതം ഏതാണ്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: എൻ്റെ പിതൃവ്യ, ഇത് അള്ളാഹുവിൻ്റെയും അവൻ്റെ മലക്കുകളുടെയും അവൻ്റെ റസൂലുമാരുടെയും നമ്മുടെ പിതാവായ ഇബ്രാഹിം നബിയുടെയും മതമാണ്. അള്ളാഹു എന്നെ ഈ മതവുമായി ദൈവദൂതനാക്കി തൻ്റെ ദാസരിലേക്ക് അയച്ചതാണെന്നും അറിയിച്ചു. എൻ്റെ പിതൃവ്യ, ഞാൻ താങ്കൾക്ക് ഉപദേശം നൽകാനും താങ്കളെ നേർമാർഗത്തിലേക്ക് ക്ഷണിക്കാനും താങ്കൾ കൂടുതൽ അർഹനാണ്. അത് സ്വീകരിക്കുന്നതിലും എൻ്റെ സഹായത്തിൽ പങ്കുചേരുന്നതിനും താങ്കൾ അവകാശപ്പെട്ടവനാണ്. അത് അബൂ താലിബ് പറഞ്ഞു: എൻ്റെ സഹോദരപുത്ര, എനിക്ക് എൻ്റെ പൂർവികരുടെ മതം ഉപേക്ഷിക്കാൻ കഴിയില്ല. എങ്കിലും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ശത്രുക്കളിൽ നിന്ന് യാതൊരു ദോഷവും നിനക്ക് സംഭവിക്കില്ല. എന്തായാലും ഞാൻ നിന്നെ സഹായിക്കും. ഹസ്രത്ത് അബൂ താലിബ് തൻ്റെ മകൻ ഹസ്രത്ത് അലിയോടും അദ്ദേഹം ഏത് മതമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു: ഞാൻ അള്ളാഹുവിലും അവൻ്റെ തിരുദൂതരിലും സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചിരിക്കുന്നു. അദ്ദേഹം കൊണ്ടുവന്നതിനെ ഞാൻ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തോടൊപ്പം അള്ളാഹുവിനെ നമസ്കരിക്കുകയും ചെയ്യുന്നു. ഹസ്രത്ത് അബൂ താലിബ് പറഞ്ഞു: തീർച്ചയായും അദ്ദേഹം നിന്നെ നന്മയിലേക്കാണ് ക്ഷണിക്കുന്നത്. അതിനാൽ നീ അദ്ദേഹത്തോടൊപ്പം നിലകൊള്ളുക. തൻ്റെ മകനോട് നബിയുടെ കൂടെ തന്നെ നിൽക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. സഹാബികൾക്കും ഞാൻ പറഞ്ഞതുപോലെ തൗഹീദ് സ്വീകരിച്ചതിൻ്റെ പേരിൽ വലിയ അക്രമങ്ങൾ നേരിടേണ്ടി വന്നു. മക്കയിലെ ഖുറൈശികൾ ഒരു വശത്ത് തങ്ങളുടെ ശക്തിയും നേതൃത്വവും ഉപയോഗിച്ച് നയതന്ത്രപരമായും ഭീഷണിയിലൂടെയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏതെങ്കിലും വിധേന ഇസ്ലാം പ്രബോധനത്തിൽ നിന്ന് തടയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. മറുവശത്ത് ഇസ്ലാം സ്വീകരിച്ചവരുടെ മേൽ ക്രൂരതയുടെയും അക്രമത്തിൻ്റെയും അങ്ങേയറ്റത്തെ സാഹചര്യങ്ങൾ അവർ സൃഷ്ടിച്ചു. ആ ക്രൂരമായ പെരുമാറ്റത്തിൻ്റെ വിശദാംശങ്ങൾ എഴുതാൻ പേനയ്ക്ക് ശക്തിയില്ല. അത് വിവരിക്കാൻ ആർക്കും ധൈര്യവുമില്ല. എങ്കിലും വിവരിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെ മനുഷ്യനെ നടുക്കുന്നവയാണ്. ഹസ്രത്ത് ബിലാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചപ്പോൾ അദ്ദേഹത്തിന് പലതരത്തിലുള്ള പീഡനങ്ങൾ നൽകപ്പെട്ടിരുന്നു. ആളുകൾ ഹസ്രത്ത് ബിലാലിനെ പീഡിപ്പിക്കുന്നതിൽ കാഠിന്യം കൂട്ടുമ്പോൾ ഹസ്രത്ത് ബിലാൽ അഹദ് അഹദ് എന്ന് പറയുമായിരുന്നു. നിങ്ങൾ പറയുന്നത് പോലെ പറയൂ എന്ന് ആളുകൾ പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് എൻ്റെ നാവിനാൽ ശരിയായി ഉച്ചരിക്കാൻ കഴിയില്ല എന്ന് ഹസ്രത്ത് ബിലാൽ മറുപടി പറയുമായിരുന്നു.
മറ്റൊരു നിവേദനത്തിൽ ഇപ്രകാരമുണ്ട്: ഹസ്രത്ത് ബിലാലിനെ പീഡിപ്പിക്കുകയും മുശ്രിക്കുകൾ അദ്ദേഹത്തെ തങ്ങളുടെ പക്ഷത്തേക്ക് തിരിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുമ്പോൾ ഹസ്രത്ത് ബിലാൽ അല്ലാഹു അല്ലാഹു എന്ന് പറയുമായിരുന്നു. ഒരു നിവേദനത്തിൽ ഇപ്രകാരമുണ്ട്: ഹസ്രത്ത് ബിലാൽ ഈമാൻ സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ യജമാനന്മാർ അദ്ദേഹത്തെ പിടിച്ച് നിലത്ത് കിടത്തുകയും അദ്ദേഹത്തിൻ്റെ മേൽ കല്ലുകളും പശുവിൻ്റെ തോലും ഇടുകയും ചെയ്തു. നിന്റെ റബ്ബ് ലാത്തും ഉസ്സയുമാണെന്ന് അവർ പറയുമായിരുന്നു. എന്നാൽ അദ്ദേഹം അഹദ് അഹദ് എന്ന് തന്നെ പറയുമായിരുന്നു. അവരുടെ യജമാനന്മാരുടെ അടുക്കൽ ഹസ്രത്ത് അബൂബക്കർ വരികയും എത്ര കാലം നിങ്ങൾ ഈ മനുഷ്യനെ പ്രയാസപ്പെടുത്തുമെന്ന് ചോദിക്കുകയും ചെയ്തു. ഹസ്രത്ത് അബൂബക്കർ ഹസ്രത്ത് ബിലാലിനെ 7 ഔക്കിയക്ക് വാങ്ങുകയും അദ്ദേഹത്തെ മോചിപ്പിക്കുകയും ചെയ്തു. ഔക്കിയ എന്നാൽ 40 ദിർഹമാണ്. അതായത് 280 ദിർഹമിന് അദ്ദേഹത്തെ വാങ്ങി മോചിപ്പിച്ചു. ഇവരെ കൂടാതെ ഹസ്രത്ത് സുമയ്യ, ഹസ്രത്ത് അമ്മാർ ബിൻ യാസിർ, ഹസ്രത്ത് ഖബാബ് തുടങ്ങി 15ഓളം അടിമകളും സ്വതന്ത്രരായ പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടായിരുന്നു. തൗഹീദിൽ വിശ്വസിച്ചതിൻ്റെ ഫലമായി മക്കയിലെ സത്യനിഷേധികളുടെ ലജ്ജാകരവും വേദനാനിർഭരവുമായ അക്രമങ്ങൾക്ക് അവർ ഇരയായി. മക്കയിലെ സത്യനിഷേധികൾ ദുർബലരായ മുസ്ലിങ്ങൾ ആക്രമിച്ചിരുന്നു എന്ന് മാത്രമല്ല, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവിത്രമായ വ്യക്തിത്വവും അവരിൽ നിന്ന് സുരക്ഷിതമായിരുന്നില്ല. നേരത്തെ വിവരിച്ചതുപോലെ സത്യത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പീഡനങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തന്നെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നാമം, അതായത് ഏറ്റവും കൂടുതൽ വാഴ്ത്തപ്പെട്ടവൻ എന്നർത്ഥമുള്ള ആ നാമത്തെ വികൃതമാക്കി മുസമ്മം എന്ന് വിളിച്ചിരുന്നു എന്നതും ചെറിയ ദുഃഖവും പ്രയാസവുമായിരുന്നില്ല. മുസമ്മം എന്നാൽ ഏറ്റവും കൂടുതൽ നിന്ദിക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. നൗദുബില്ല. ആ നാട്ടിലെ ഏറ്റവും സത്യസന്ധനായ മനുഷ്യനെ കദ്ദാബ് എന്നും അസത്യവാദി എന്നും വിളിച്ചിരുന്നു. ആ ജനതയുടെ ഏറ്റവും വലിയ ഗുണകാംക്ഷയെ വഞ്ചകനെന്നും അത്യാഗ്രഹിയെന്നും ചതിയനെന്നും വിളിച്ചു പോന്നു. തൻ്റെ യൗവനവും ആരോഗ്യവും രാപ്പകലുകളും ആ ജനതയുടെ സന്മാർഗത്തിനും പരിഷ്കരണത്തിനും ക്ഷേമത്തിനുമായി സമർപ്പിച്ച ആളെ മജ്നൂൻ അഥവാ ഭ്രാന്തനെന്നും രോഗിയെന്നും വിളിക്കാൻ തുടങ്ങി. ചിലപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ തുണിയിട്ട് ശ്വാസം മുട്ടുന്നതുവരെ വലിക്കുമായിരുന്നു. ചിലപ്പോൾ കല്ലെറിയുകയും ചിലപ്പോൾ നബി തങ്ങളുടെ മേൽ അഴുക്കുകൾ വാരിയിടുകയും ചെയ്യുമായിരുന്നു. ഉർവ ബിൻ സുബൈർ വിവരിക്കുന്നു: ഞാൻ ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ അംർ ബിൻ ആസിനോട് ബഹുദൈവാരാധകർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്ത ഏറ്റവും മോശമായ പെരുമാറ്റത്തെക്കുറിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു: ഒരിക്കൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറാമിലെ ഹത്തീമിൽ, അതായത് കാബയുടെ അടുത്തുള്ള ശൂന്യമായ സ്ഥലം, അതിനു ചുറ്റും ഒരു ചെറിയ മതിലുണ്ട്, ആ പ്രദേശത്തെയാണ് ഹത്തീം എന്ന് പറയുന്നത്, അവിടെ നമസ്കരിക്കുകയായിരുന്നു. അപ്പോൾ ഉഖബ ബിൻ അബീ മുഈത്ത് വരികയും അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ തുണിയിട്ട് ശക്തിയായി ശ്വാസം മുട്ടിക്കുകയും ചെയ്തു. അത്രയും ആയപ്പോഴേക്കും ഹസ്രത്ത് അബൂബക്കർ അവിടെ എത്തുകയും ഉഖബയുടെ തോളിൽ പിടിച്ച് തള്ളിക്കൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മാറ്റുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു: അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാ, എൻ്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുന്നതിൻ്റെ പേരിൽ നിങ്ങൾ ഒരാളെ കൊല്ലുകയാണോ? പിന്നീട് നമ്മൾ ഇതും കാണുന്നു, പലതവണ വിവരിക്കപ്പെട്ടിട്ടുള്ളതാണ്. യുദ്ധങ്ങളിലും തൗഹീദിനു വേണ്ടി പുണ്യപ്രവാചകൻ എപ്പോഴും അഭിമാനം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിലെ പ്രസിദ്ധമായ സംഭവം നമ്മൾ കേൾക്കാറുണ്ട്. അബൂ സുഫിയാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹസ്രത്ത് അബൂബക്കർ തലാൻഹു, ഹസ്രത്ത് ഉമർ തലാൻഹു എന്നിവരുടെ പേരെടുത്ത് പറഞ്ഞ് ഇവരൊക്കെ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ മറുപടി നൽകേണ്ടതില്ലെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും നിർദ്ദേശിച്ചു. കാരണം ആ സമയത്ത് മറുപടി നൽകുന്നത് മുസ്ലിങ്ങളുടെ ദുർബലമായ അവസ്ഥ കാരണം അവരെ അപകടത്തിലാക്കിയേക്കാം എന്നതുകൊണ്ട് അദ്ദേഹം നിശബ്ദത പാലിക്കാൻ നിർദ്ദേശിച്ചു. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു: ഹുബുൽ വിജയിക്കട്ടെ എന്ന്. അവനിത് പറഞ്ഞപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വസ്ഥനായി പറഞ്ഞു: നിങ്ങളിതിന് മറുപടി നൽകുക. അപ്പോൾ സഹാബികൾ ചോദിച്ചു: ഞങ്ങൾ എന്ത് മറുപടിയാണ് നൽകേണ്ടത്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു എന്ന് പറഞ്ഞു. ഏറ്റവും ഉന്നതനും ഏറ്റവും മഹാനുമാണെന്ന് പറയുക. അബൂ സുഫിയാൻ പറഞ്ഞു: താങ്കൾക്ക് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ഉസ്സയില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഇതിന് മറുപടി നൽകുക. അവർ ചോദിച്ചു: ഞങ്ങൾ എന്തു പറയണം? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അല്ലാഹുവാണ് ഞങ്ങളുടെ സഹായി, നിങ്ങൾക്കൊരു സഹായമില്ല എന്ന് പറയുക.
അള്ളാഹുവിൻ്റെ സത്തയെയും തൗഹീദിനെയും ബാധിക്കുന്ന ചോദ്യം വന്നപ്പോഴെല്ലാം യാതൊരു അപകടത്തെയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വകവച്ചില്ല. അപ്പോൾ ആ സമയത്ത് തൗഹീദിനോടുള്ള അഭിമാനമായിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് സഹാബികളോട് ഇപ്രകാരം പറയിപ്പിച്ചത്: അല്ലാഹു അലാ വാജൽ, അല്ലാഹു അലാ വാജൽ എന്ന് പറയുക. നിങ്ങൾ കള്ളം പറയുന്നു. ഹുബലിൻ്റെ പദവി ഉന്നതമല്ല. അള്ളാഹു ഏകനും പങ്കുകാരനുമില്ലാത്തവനുമാണ്. അവൻ ആദരണീയനും അവൻ്റെ പദവി ഉന്നതവുമാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ഉദ്ധരണി ഞാൻ വായിക്കാം. അത് ആവർത്തിച്ച് വായിക്കേണ്ടതും കേൾക്കേണ്ടതുമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് സ്ഥാപിക്കുന്നതിനായി വഹിച്ച സ്ഥാനത്തെയും പദവിയെയും കുറിച്ച് അത് നമുക്ക് അറിവ് നൽകുന്നു. ഇതിനെക്കുറിച്ചുള്ള ശരിയായ അറിവും ബോധ്യവും എങ്ങനെ നേടണമെന്നതിൽ അത് നമുക്ക് മാർഗനിർദ്ദേശവുമാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്ത് പ്രകാരം വിവരിക്കുന്നു: ഞാനെപ്പോഴും അത്ഭുത ദൃഷ്ടികളോടെയാണ് നോക്കിക്കാണുന്നത്. മുഹമ്മദ് എന്നു പേരുള്ള ഈ അറബി പ്രവാചകൻ 1000 സ്വലാത്തും സ്വലാമും അവിടുത്തെ മേൽ വർഷിക്കട്ടെ. എത്രമേൽ ഉത്കൃഷ്ട പദവിയാർന്ന നബിയാണ്. അവിടുത്തെ ഔന്നത്യത്തിൻ്റെ അറ്റം കണ്ടെത്തുക അസാധ്യം തന്നെ. അവിടുത്തെ ദിവ്യശക്തി പ്രഭാവം കണക്കാക്കുക മനുഷ്യൻ്റെ കഴിവിൽപ്പെട്ടതല്ല. അഹോ കഷ്ടം! അവിടുത്തെ യഥാർത്ഥ പദവി അതർഹിക്കും വിധം അംഗീകരിക്കപ്പെടുമാറായില്ല. ലോകത്തു നിന്നും തികച്ചും അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്ന ആ തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസം വീണ്ടും ഈ ലോകത്ത് തിരിച്ചു കൊണ്ടുവന്ന വീരാത്മാവ് അവിടുന്ന് അത്രേ. അവിടുന്ന് ദൈവത്തോട് അങ്ങേയറ്റത്തെ സ്നേഹം പുലർത്തി. മനുഷ്യകുലത്തോടുള്ള സഹാനുഭൂതിയിൽ അദ്ദേഹം ആത്മാർപ്പണം ചെയ്തു. മുമ്പുള്ളവരും പിമ്പുള്ളവരുമായ സകല പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠത്വം അള്ളാഹു അദ്ദേഹത്തിന് നൽകുകയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ അങ്ങേയറ്റവും സൃഷ്ടികളോടുള്ള അനുകമ്പയുടെ അങ്ങേയറ്റവും ഒത്തുചേർന്നു എന്നതാണ് ഇതിൻ്റെ ഭംഗി. അവർ അള്ളാഹുവിലേക്ക് അടുക്കാനും തൗഹീദിൽ ഉറച്ചു നിൽക്കാനും അതുവഴി തങ്ങളുടെ ഇഹലോകവും പരലോകവും നന്നാക്കാനും വേണ്ടിയായിരുന്നു ഇത്. ആ മഹാത്മാവ് തുടരുന്നു: അവിടുന്ന് മാത്രമാണ് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടം. അവിടുത്തെ അനുഗ്രഹം അംഗീകരിക്കാതെ വല്ല ശ്രേഷ്ഠതയും അവകാശപ്പെടുന്നവൻ മനുഷ്യനല്ല, മറിച്ച് പിശാചിൻ്റെ സന്തതിയാണ്. കാരണം എല്ലാ ശ്രേഷ്ഠതകളുടെയും താക്കോലും ജ്ഞാനത്തിൻ്റെ എല്ലാ നിധികളും അവിടുത്തേക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അവിടുന്ന് വഴി അത് ലഭിക്കാത്തവൻ ശാശ്വതമായ നഷ്ടത്തിലാണ്. നാം ആരാണ്? നമ്മുടെ യാഥാർത്ഥ്യമെന്താണ്? യഥാർത്ഥ തൗഹീദ് ഈ നബിയിലൂടെയാണ് നമുക്ക് ലഭിച്ചതെന്ന് നാം സമ്മതിക്കുന്നില്ലെങ്കിൽ നാം നന്ദി കെട്ടവരായിത്തീരും. ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഈ പൂർണ്ണ നബിയിലൂടെയും അവിടുത്തെ പ്രകാശത്തിലൂടെയുമാണ് നമുക്ക് ലഭിച്ചത്. ദൈവത്തിൻ്റെ മുഖം ദർശിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള അള്ളാഹുവിൻ്റെ സംസാരത്തിനും അഭിസംബോധനയ്ക്കും അർഹരായതും ഈ മഹാനായ നബിയിലൂടെയാണ്. ഹിദായത്തിൻ്റെ ആ സൂര്യൻ്റെ കിരണങ്ങൾ വെയിൽ പോലെ നമ്മുടെ മേൽ പതിക്കുന്നു. അതിനഭിമുഖമായി നിൽക്കുന്നിടത്തോളം കാലം മാത്രമേ നമുക്ക് പ്രകാശിതരായിരിക്കാൻ സാധിക്കൂ. അതിനാൽ അള്ളാഹുവിലേക്ക് എത്തുന്നതിനും യഥാർത്ഥ ഏകദൈവ വിശ്വാസം തിരിച്ചറിയുന്നതിനും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മാത്രമാണ് ഏകമാധ്യമം. അദ്ദേഹം പറയുന്നു: നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാത്തവരോ അല്ലെങ്കിൽ മതപരിത്യാഗിയായവരോ തൗഹീദിൽ ഉറച്ചു നിൽക്കുകയും അള്ളാഹുവിനെ ഏകനായി കാണുകയും ചെയ്താൽ അവർക്ക് രക്ഷ ലഭിക്കുമെന്നും നബിയിൽ വിശ്വസിക്കാത്തത് അവർക്ക് ദോഷം ചെയ്യില്ലെന്നും കരുതുന്നവർ യഥാർത്ഥത്തിൽ തൗഹീദിൻ്റെ യാഥാർത്ഥ്യം അറിയാത്തവരാണ്. കേവലം ഏകനാണെന്ന് വിശ്വസിച്ചതുകൊണ്ട് മാത്രം രക്ഷ ലഭിക്കുകയില്ല, മറിച്ച് രക്ഷ എന്നത് 2 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്ന്, പൂർണ്ണമായ ഉറപ്പോടെ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിലും ഏകത്വത്തിലും വിശ്വസിക്കുക. 2, അള്ളാഹുവിനോടുള്ള പൂർണ്ണമായ സ്നേഹം ഹൃദയത്തിൽ കുടികൊള്ളുക. ആ സ്നേഹത്തിൻ്റെ ആധിക്യത്താൽ അള്ളാഹുവിനെ അനുസരിക്കുക എന്നത് തൻ്റെ ജീവൻ്റെ ആശ്വാസമായി മാറണം. അതില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥ വരണം. ആ സ്നേഹം മറ്റെല്ലാ സ്നേഹങ്ങളെയും ഇല്ലാതാക്കണം. ഇതാണ് യഥാർത്ഥ തൗഹീദ്. ഇത് നമ്മുടെ നേതാവും നായകനുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്നതിലൂടെയല്ലാതെ ലഭിക്കുകയില്ല. എന്തുകൊണ്ട് ലഭിക്കില്ല? അതിൻ്റെ മറുപടി ഇതാണ്: അള്ളാഹുവിൻ്റെ സത്ത എന്നത് അതിഗൂഢവും ഇന്ദ്രിയങ്ങൾക്കും അപ്പുറവുമാണ്. മനുഷ്യബുദ്ധിക്ക് സ്വന്തം നിലയിൽ അത് കണ്ടെത്താൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിന് പൂർണ്ണമായ തെളിവ് നൽകാൻ യുക്തിക്ക് സാധ്യമല്ല. കാരണം ബുദ്ധിയുടെ പരിധി എന്നത് ഈ ലോകത്തിലെ നിർമ്മാണങ്ങൾ കണ്ട് ഒരു നിർമ്മാതാവ് ആവശ്യമാണെന്ന് തിരിച്ചറിയുക എന്നത് മാത്രമാണ്. എന്നാൽ ഒരു ആവശ്യകത അനുഭവപ്പെടുക എന്നതും നാം അംഗീകരിച്ച ആ ദൈവം യഥാർത്ഥത്തിൽ നിലവിലുണ്ട് എന്ന ഐനുൽ യഖീൻ്റെ തലത്തിൽ തിരിച്ചറിയുക എന്നതും 2 കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു നിർമ്മാതാവ്
ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത് മാത്രം മതിയാവില്ല. മറിച്ച് അവൻ ആരാണ് എന്നും അവൻ ജീവിക്കുന്ന ദൈവമാണെന്നും കണ്ടെത്തണമെങ്കിൽ ആ അറിവ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെടുന്നതിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആ മഹാത്മാവ് തുടരുന്നു: ബുദ്ധിയുടെ വഴി അപൂർണവും സംശയാസ്പദവുമായതിനാൽ ഒരു തത്വചിന്തകനും കേവലം ബുദ്ധിയിലൂടെ ദൈവത്തെ തിരിച്ചറിയാൻ കഴിയില്ല. മറിച്ച് ബുദ്ധിയിലൂടെ മാത്രം ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്ന മിക്കവരും അവസാനം നിരീശ്വരവാദികളായി മാറുന്നു. ആകാശഭൂമികളിലെ സൃഷ്ടികളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവർക്ക് യാതൊരു പ്രയോജനവും നൽകുന്നില്ല. ഇതാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങൾക്കിടയിൽ ധാരാളം വിദ്യാസമ്പന്നർ നിരീശ്വരവാദികളായി മാറുന്നു. അവർ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നു. കാരണം അവർക്ക് ഇത് മനസ്സിലാകുന്നില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് ആ മഹാത്മാവിൻ്റെ അധ്യാപനങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടില്ല. ആ മഹാത്മാവ് തുടരുന്നു: അവർ ദൈവത്തിൻ്റെ പുണ്യാത്മാക്കളെ പരിഹസിക്കുന്നു. ലോകത്ത് നമ്മൾ യാതൊരു പ്രയോജനവും കാണാത്തതും നമ്മുടെ ബുദ്ധിപരമായ ഗവേഷണത്തിലൂടെ ഒരു നിർമ്മാതാവിനെ ചൂണ്ടിക്കാണിക്കുന്ന യാതൊരു നിർമ്മിതിയും തെളിയിക്കപ്പെടാത്തതുമായ ആയിരക്കണക്കിന് വസ്തുക്കൾ കാണപ്പെടുന്നുണ്ടെന്നും മറിച്ച് ചില വസ്തുക്കൾ അനാവശ്യമായും വ്യർത്ഥമായും നിലനിൽക്കുന്നുണ്ടെന്നുമാണ് അവരുടെ വാദം. കഷ്ടം, ആ വിഡ്ഢികൾ ഇതറിയുന്നില്ല. ഒരു നിർമ്മാതാവുമില്ലെന്നും എല്ലാ വസ്തുക്കൾക്കും പ്രയോജനവുമില്ലെന്നുമാണ് അവർ നൽകുന്ന തെളിവ്. കാരണം പ്രയോജനമുണ്ടോ ഇല്ലയോ എന്ന് അവർക്കറിയില്ല. അറിവില്ലാത്തതിനാലാണ് അവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ആ മഹാത്മാവ് പറയുന്നു: വിജ്ഞാനത്തിൻ്റെ അഭാവം ആ വസ്തുവിൻ്റെ അഭാവമല്ലെന്ന് അറിവില്ലാത്തവർ മനസ്സിലാക്കുന്നില്ല. ഒരു കാര്യത്തെക്കുറിച്ച് അറിവില്ല എന്നത് ആ വസ്തു നിലവിലില്ല എന്നതിനർത്ഥമില്ല. ഇത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഈ കാലഘട്ടത്തിലുണ്ട്. തങ്ങൾ ഒന്നാന്തരം ബുദ്ധിമാന്മാരും തത്വചിന്തകരുമാണെന്നവർ കരുതുന്നു. ഇതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം, ശക്തമായ ഏതെങ്കിലും ബുദ്ധിപരമായ തെളിവ് അവർക്ക് ലഭിച്ചിരുന്നെങ്കിൽ അവർ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുമായിരുന്നില്ല. അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിന്മേൽ ഉറപ്പുള്ള ബുദ്ധിപരമായ വല്ല പ്രമാണവും അവരെ കുറ്റക്കാരായി കണ്ടെത്തിയിരുന്നെങ്കിൽ അവർ നിഷേധിക്കുമായിരുന്നില്ല. അതായത് ആ പ്രമാണം അവരുടെ വായ അടപ്പിക്കുമായിരുന്നു. അങ്ങനെയെങ്കിൽ അവർ കടുത്ത നിർലജ്ജയോടും പരിഹാസത്തോടും കൂടി അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കില്ലായിരുന്നു. അതിനാൽ തത്വചിന്തകരുടെ കപ്പലിൽ കയറി ആർക്കും സംശയങ്ങളുടെ കൊടുങ്കാറ്റിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. അതിലവർ മുങ്ങിപ്പോകും. അവർക്കൊരിക്കലും ശുദ്ധമായ തൗഹീദിൻ്റെ പാനീയം ലഭിക്കുകയില്ല. അതിനാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മധ്യവർത്തിയില്ലാതെ തൗഹീദ് ലഭിക്കുമെന്നും മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയുമെന്നും കരുതുന്നത് എത്രത്തോളം അസംബന്ധവും ദുർഗന്ധപൂർണവുമായ ചിന്തയാണെന്ന് ആലോചിച്ചു നോക്കൂ. ഹേ അറിവില്ലാത്തവരെ, ദൈവത്തിൻ്റെ അസ്തിത്വത്തിൽ പൂർണ്ണമായി ഉറപ്പ് ലഭിക്കാതെ അവൻ്റെ ഏകത്വത്തിൽ എങ്ങനെയാണ് വിശ്വാസമുണ്ടാവുക? അതുകൊണ്ട് ഉറപ്പിച്ചു മനസ്സിലാക്കുക, ഏകദൈവവിശ്വാസം എന്നത് ഒരു നബിയിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. നമ്മുടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യയിലെ നിരീശ്വരവാദികൾക്കും തെറ്റായ വിശ്വാസികൾക്കും ആയിരക്കണക്കിന് ദൈവിക ദൃഷ്ടാന്തങ്ങൾ കാണിച്ച് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ അംഗീകരിപ്പിച്ചതുപോലെയാണിത്. ഇന്നുവരെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യസന്ധമായും പൂർണ്ണമായും അനുഗമിക്കുന്നവർ ആ ദൃഷ്ടാന്തങ്ങൾ നിരീശ്വരവാദികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇന്നും ഞങ്ങൾ ദൃഷ്ടാന്തങ്ങൾ സമർപ്പിക്കുന്നു. സത്യമിതാണ്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള ശക്തികളെ മനുഷ്യൻ നേരിട്ട് ദർശിക്കുന്നില്ലെങ്കിൽ പിശാച് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തു പോകില്ല. യഥാർത്ഥ ഏകദൈവവിശ്വാസം അവൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുകയുമില്ല. അവൻ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ ഉറപ്പുള്ള വിശ്വാസമുണ്ടാവുകയുമില്ല. ഈ പരിശുദ്ധവും പൂർണ്ണവുമായ ഏകദൈവ വിശ്വാസം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നാം അന്വേഷിക്കുകയും തേടുകയും ചെയ്യേണ്ടത് ഈ സത്യമായ ഏകദൈവ വിശ്വാസത്തെയാണ്. ഏത് ത്യാഗത്തിനും നാം തയ്യാറുള്ള ആ നിലവാരത്തിലേക്ക് നമ്മുടെ വിശ്വാസത്തെ ഉയർത്താൻ നാം ശ്രമിക്കണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹൃദയത്തിൽ യഥാർത്ഥ പ്രണയം വളർത്തിയെടുക്കുക. ഈ കാലഘട്ടത്തിൽ ഏകദൈവ വിശ്വാസം നിലനിർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരാനായി അള്ളാഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ ദാസനെ അയച്ചിരിക്കുന്നു. അദ്ദേഹത്തോട് നമ്മൾ ബൈഅത്ത് ചെയ്തതും അതിനുവേണ്ടിയാണ്. ആ പ്രതിജ്ഞയുടെ അവകാശങ്ങൾ പൂർണ്ണമായി നിർവഹിക്കാൻ നാം കഠിനമായി പരിശ്രമിക്കണം. അതിനായി പ്രാർത്ഥിക്കുകയും വേണം. റമദാനിലെ ഈ അവിശേഷിക്കുന്ന ദിനങ്ങളിൽ ഏകദൈവ വിശ്വാസം സ്ഥാപിക്കുന്നതിനും അതിനുവേണ്ടിയുള്ള നിഷ്കർഷയിലും നമ്മളെല്ലാവരെക്കാളും മുൻപന്തിയിൽ നിൽക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അള്ളാഹു നമുക്ക് അതിനുള്ള സൗഭാഗ്യം നൽകുകയും നമ്മുടെ ദൗർബല്യങ്ങൾ അകറ്റിത്തരികയും ചെയ്യുമാറാകട്ടെ.
മുസ്ലിം സമുദായത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഞാൻ പറഞ്ഞിരുന്നു. അവരും യഥാർത്ഥ ഏകദൈവ വിശ്വാസം മനസ്സിലാക്കുന്നവരും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമായി തീരട്ടെ. എങ്കിൽ മാത്രമേ അവരുടെ നിലനിൽപ്പ് സാധ്യമാകൂ. അപ്പോൾ മാത്രമേ ശത്രുക്കളുടെ ദജ്ജാലിയായ തന്ത്രങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അള്ളാഹു അവർക്കും അതിനുള്ള സൗഭാഗ്യം നൽകുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ ഇന്നൊരു ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. അതിന് ജമാഅത്തിൻ്റെ മുറബിയായ സിക്റുല്ലാ തായോ അയ്യൂബ് സാഹിബിൻ്റേതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 80-ാം വയസ്സിൽ അദ്ദേഹം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അദ്ദേഹം മൂസിയായിരുന്നു. നൈജീരിയക്കാരനായിരുന്നു. 1965 ഒരു സ്വപ്നത്തിലൂടെയാണ് അദ്ദേഹം അഹമ്മദിയത്ത് സ്വീകരിച്ചത്. 1966 ഗാനയിലെ മിഷണറി ട്രെയിനിങ് കോളേജിൽ പ്രവേശനം നേടി. അവിടെ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം 1969 നൈജീരിയയിലേക്ക് തിരിച്ചു വന്നു. ഒരു വർഷത്തെ സേവനത്തിന് ശേഷം 1970 ഷാഹിദ് ബിരുദത്തിനായി ജാമിയ അഹമ്മദിയ റബ്ബുവിൽ പ്രവേശനം നേടി. 1977 അദ്ദേഹം മൗലവി ഫാസിൽ പരീക്ഷയും പാസ്സായി. 1979 ഷാഹിദ് ബിരുദം നേടി. അതിനുശേഷം നൈജീരിയയിലെത്തി സേവനം ആരംഭിച്ചു. വഫാത്താകുന്നത് വരെ അവിടെ തുടർന്നു. ഏകദേശം 47 വർഷക്കാലം സേവനമനുഷ്ഠിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചു. നൈജീരിയയിലെ വിവിധ സ്ഥലങ്ങളിൽ സേവനമനുഷ്ഠിക്കാൻ അവസരം ലഭിച്ചു. നൈജീരിയയിൽ നായിബ് അമീറായും അദ്ദേഹം സേവനം ചെയ്തു. ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദവും അദ്ദേഹം നേടിയിരുന്നു. അതിനാൽ ആ മേഖലയിലും അദ്ദേഹം പ്രവർത്തിച്ചു. നൈജീരിയയിലെ ജാമിയത്തുൽ മുബശ്ശിരീൻ്റെ പ്രിൻസിപ്പലായും അദ്ദേഹം നിയമിക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യം താൽക്കാലിക ചുമതലയിലും പിന്നീട് 3-4 വർഷം സ്ഥിരം പ്രിൻസിപ്പലായും സേവനമനുഷ്ഠിച്ചു. അദ്ദേഹം മികച്ചൊരു കായിക താരവുമായിരുന്നു. കളികളോട് വലിയ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ കളികൾ ഒരിക്കലും തൻ്റെ ആരാധനകൾക്ക് വിഘാതം സൃഷ്ടിക്കാൻ അദ്ദേഹം അനുവദിച്ചില്ല. നല്ലൊരു എഴുത്തുകാരനും ഭാഷാപണ്ഡിതനും കവിയുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഭാര്യയെ കൂടാതെ 3 ആൺമക്കളും 5 പെൺമക്കളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇളയ മകൻ അബ്ദുൽ മുജീബ് സാഹിബ് നിലവിൽ നൈജീരിയയിൽ ജമാഅത്തിൻ്റെ മുബല്ലിഗായും റിവ്യൂ ഓഫ് റിലീജിയൻസ് നൈജീരിയയുടെ കോഓർഡിനേറ്ററായും സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹം വഖഫ് ജിന്ദഗിയാണ്. മിഷണറി ഇൻചാർജ് താഹിർ അദ്നാൻ സാഹിബ് പറയുന്നു, മർഹൂം അതീവ ഭക്തനും അനുസരണയുള്ളവനും ജമാഅത്ത് സേവനത്തിനായി എപ്പോഴും സന്നദ്ധനായിരുന്ന വ്യക്തിയുമായിരുന്നു. അദ്ദേഹം പറയുന്നു, 20 വർഷത്തിലധികം കാലം അദ്ദേഹത്തെ അടുത്തറിയാൻ എനിക്ക് അവസരം ലഭിച്ചു. ആ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ ഉന്നതമായ സ്വഭാവം, വിനയം, ഖിലാഫത്തിനോടും ജമാഅത്ത് സംവിധാനത്തോടുമുള്ള അസാധാരണമായ വിശ്വസ്തത, അനുസരണം എന്നിവയുടെ നിരവധി മാതൃകകൾ ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ ഇൻചാർജ് ആയിരുന്നപ്പോൾ അദ്ദേഹം എന്നേക്കാൾ പ്രായത്തിൽ മുതിർന്ന ആളായിരുന്നു. എന്നിട്ടും അതിനുശേഷം അദ്ദേഹം പൂർണ്ണമായ വിശ്വസ്തയോടും ഉത്തരവാദിത്വത്തോടും കൂടെ എൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. അതുപോലെ ജമാഅത്തിൻ്റെ മുറബിയായ യൂസഫ് ഖാലിഖ് സാഹിബ് പറയുന്നു, പ്രിൻസിപ്പൽ എന്ന നിലയിൽ വിദ്യാർത്ഥികളുടെ തർബീയത്തിൽ അദ്ദേഹം അസാധാരണമായ ശ്രദ്ധ ചെലുത്തിയിരുന്നു. വിദ്യാർത്ഥികളിൽ ഉത്തരവാദിത്വ ബോധം വളർത്തുകയും ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒഴികഴിവുകൾ പറയരുതെന്ന് എപ്പോഴും ഉപദേശിക്കുകയും ചെയ്തു. ഖലീഫയുടെ നിർദ്ദേശങ്ങളോടെ നടപ്പിലാക്കുന്നതിന് അദ്ദേഹം പ്രത്യേക ഊന്നൽ നൽകി. പ്രായോഗിക പരിശീലനത്തിനായി അദ്ദേഹം വിദ്യാർത്ഥികളെ തബ്ലീഗ് ദൗത്യങ്ങൾക്കും അയക്കുമായിരുന്നു. ഓരോ കാര്യത്തിനും അദ്ദേഹം എപ്പോഴും സ്വന്തം മാതൃക മുന്നിൽ വെച്ചു. അത് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. വളരെ ആത്മാർത്ഥനും വിശ്വസ്തനും അതീവ വിനീതനുമായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അള്ളാഹു അദ്ദേഹത്തോട് പാവമോചനവും കരുണയും കാണിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى
وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر